അപ്പൊ ഗൈസ് നമ്മളെല്ലാരും റെഡിയായി തെയ്യത്തിന് പോകാൻ വേണ്ടിട്ട്. എനക്കൊന്നും തെയ്യം കഴിഞ്ഞു എന്ന് തോന്നുന്നു, കാരണം ചുണ്ടക്കൊട്ടല് കേൾക്കുന്ന നിർന്നു. എല്ലാരും റെഡി. ഡ്രസ്സേച്ചി കമോൺ, ഡ്രസ്സേച്ചി ഷോ യുവർ ഡ്രസ്. ഡ്രസ്സേച്ചിയുടെ ഓട്ടിട്ട് അമ്മ ഇങ്ങോട്ട് വാ. ഇത് പ്രമോഷൻ ചെയ്യേണ്ട വീഡിയോ ആടെ ഒരാൾ കുത്തിരുത്. ഇത് ബി ചില്ലബി അല്ലേ? ഇത് പാർവി. ഇതിന്റെ ബാഗ് കണ്ടോ? കാണിക്ക്. നിത്തുവിന്റെ ബാഗ്. ചില്ലര ബാഗ് കാണിക്കും. ഇത് ചില്ലര ബാഗ്. ഓക്കെ, തവള ബാഗ്. അപ്പൊ നമ്മള് തവളേനെയും പൂനെല്ലാം കൂട്ടി നമുക്ക് എടുപ്പുവാ. എല്ലാവരും കാണട്ടെ. എല്ലാവരും എന്റെ വെപ്രാളം ഒന്ന് കാണട്ടെ. എല്ലാം സെറ്റ് ആക്കിട്ട് ഹായ് ഗൈസ് പറഞ്ഞതെല്ലാം കണ്ടിട്ട് അതിന് മുമ്പുള്ളത് കാണട്ടെ. ഒരു പാർവതിയാണ് നിങ്ങൾ കാണുന്നത്. അതെല്ലാവർക്കും ആദ്യം ഉണ്ടാവല്ലോ, വണ്ടി ആദ്യമായിട്ട് എടുക്കുമ്പോൾ. ബാക്കില് അങ്ങനെ നമ്മൾ തെയ്യം കഴിഞ്ഞ് തെയ്യത്തിന് പോവുകയാണ്. തെയ്യം കഴിഞ്ഞു. പക്ഷേ ഞാൻ വിഷ്ണുമൂർത്തിയുടെ മറ്റേ ഹിരണ്യവധം എടുക്കണം. ഹിരണ്യവധം എടുക്കണം എന്നുണ്ടായിരുന്നു. നടന്നിട്ടേ ഇനി ഉണ്ടല്ലോ. ഇനി അടുത്ത വർഷം മെയ് വരെ ഫുൾ തെയ്യക്കാലാണ് വടക്കേ മലബാറില്. എന്തായാലും ഒരു തെയ്യം ഇത് കാണിച്ചിരുന്നു. നല്ല രസിച്ച്. പിന്നല്ല വയനാട്ട് പുലവനാണ് അടിപൊളി തെയ്യം. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ പാടില്ല. അതിങ്ങനെ വന്ന് കാണാനേ പാടുള്ളൂ. അതിന്റെ വീഡിയോസ് ഒന്നും ഏടി ഉണ്ടാവില്ല, കാരണം അതില് മറ്റേ ഇതുണ്ട്. ഞാൻ പറയുന്നില്ല. ഓക്കെ ഗൈസ്, ബൈ. അങ്ങനെ നമ്മള് ഇടവും കാലെത്താനായി, തെയ്യത്തിന്റെ അടുത്ത് എത്താനായി. ഇതാ അമ്മ ഉണ്ട്. നമ്മൾ എവിടെയാ പോന്ന ഇത്തോ? തെയ്യം കഴിഞ്ഞു. നമ്മളിനി ഞം 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 തെയ്യം കഴിഞ്ഞു. മലന്മാരും പോയി. തെയ്യത്തിന്റെ സ്ഥലം കടലത്ത് വെച്ചാല് ആൾക്കാർ പാറുവാണ് വണ്ടി ഓടിച്ചത്. ഞാനാണ് ഡ്രൈവർ, ഇന്നത്തെ ഡ്രൈവർ. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അങ്ങനെ ഞങ്ങൾ ജീവനോടെ എത്തി. അതെ, കുനാഫ ഞാൻ അറിയാം. നീ അപ്പൊ കുനാഫ കഴിക്കാൻ പോയേ? നമുക്ക് തെയ്യം കാണാം. തെയ്യം ഉണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ ചോറുന്ന. ഓക്കെ. അപ്പൊ ഇതാട്ടാ നമ്മൾ ഇടുവങ്കാൽ എന്ന് പറഞ്ഞാൽ മേൽപ്പറമ്പിലുള്ള വിഷ്ണുമൂർത്തി ക്ഷേത്രം. വിഷ്ണുമൂർത്തി എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്ന. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നരസിംഹാവതാരമാണ്. വിഷ്ണുവിന്റെ നരസിംഹാവതാരത്തിലുള്ള വിഷ്ണുവിനെയാണ് ഇവിടെ തെയ്യം കെട്ടി ആരാധിക്കുന്നത്. പിള്ളേര് ആസ് യൂഷ്വൽ കണ്ടപ്പോ തന്നെ ഉള്ള ഫസ്റ്റ് കടയിലെ ടോയ്സ് മുഴുവൻ ഇത്തു പാർവിച്ചില്ല വാങ്ങിച്ച്. ഇതാട്ട ഞാൻ പറഞ്ഞ വിഷ്ണുമൂർത്തി തെയ്യം. എനിക്കൊരു കല്യാണം കഴിയുന്നവരെ തെയ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടി സ്വപ്നമാണ്. ഞാൻ അടുത്ത് പോവില്ല, പ്രാർത്ഥിക്കില്ല, ഒന്നുമില്ല. ബട്ട് പിന്നെ ഇപ്പൊ മോളായ പിന്നെ എനിക്ക് കുറച്ച് തെയ്യം വന്നു. എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ തെയ്യം കരിക്ക് കുളിക്കാൻ പോയിട്ട് വന്നൊരു ചടങ്ങാണ്. അതിനുശേഷം പാനിപ്പൂരി കണ്ടപ്പോൾ ഞങ്ങളെ 3 പേരെയും കൺട്രോൾ അങ്ങ് പോയി. ഇതാരാ അറിയാം? ഇത് ഹരീഷാണ്. ഞങ്ങളെ വീട്ടിൻ്റെ അപ്പുറമുള്ള നെയ്ബറാണ് ഹരീഷ്. ഹരീഷിൻ്റെ അമ്മ, അച്ഛൻ, നീതു ഇല്ലാട്ടോ. ഹരീഷിൻ്റെ വൈഫ് ഇല്ല. ഇതാണ് വിഷ്ണുമൂർത്തി തെയ്യം. വിഷ്ണുമൂർത്തി തെയ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷ്ണുവിന്റെ അവതാരത്തെയാണ് ഡിപ്പിക്റ്റ് ചെയ്യുന്നത്. എന്നാൽ കൂടിയും ഇവിടെ വടക്കേ മലബാറിൽ ഇതിന് വേറൊരു കഥയുണ്ട്. കണ്ണൻ എന്ന് പറഞ്ഞൊരു ലോവർ കാസ്റ്റിലുള്ള ഒരാളെ പണ്ട് കുറുവാടൻ കുറുപ്പ് എന്ന് പറഞ്ഞ ഒരാൾ മാങ്ങ കട്ട ഒരു കേസിൽ നാട് കടത്തി. മാംഗ്ലൂരേക്കാണ് നാട് കടത്തിയത്. അങ്ങനെ മാംഗ്ലൂരേക്ക് നാട് കടത്തിയിട്ട് അവിടെ കുറേ നാളം ഒരു വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ ഈ കണ്ണൻ ആരാധിച്ചു. അപ്പം പറഞ്ഞു വിഷ്ണു പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ് നാട്ടിലേക്ക് പൊയ്ക്കോളൂ എന്ന്. അങ്ങനെ നാട്ടിൽ പോയതിന് ശേഷം അവിടെ ഉള്ളൊരു കുളത്തിൽ ഈ കണ്ണൻ അങ്ങ് കുളിക്കുന്നതാണ്. പക്ഷെ അത് പ്രൊഹിബിറ്റഡ് ആയൊരു കുളമായിരുന്നു അവർക്ക് ആ സമയത്ത്. അപ്പം അതുകൊണ്ട് ഈ കുറുവാടൻ കുറുപ്പ് ഈ കണ്ണനെ അങ്ങ് കൊന്നുകളയും. പിന്നെ ഇവരെ നാട്ടിൽ ഇവരെ കുടുംബം ഫുൾ നശിക്കും. അങ്ങനെ നശിക്കുമ്പോൾ ഇയാളൊരു പ്രശ്നം വെച്ച് നോക്കും. അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് വിഷ്ണുമൂർത്തി എന്നുള്ളൊരു അവതാരത്തെ കെട്ടിയാൽ നിങ്ങളെ ഈ ദുരിതം അവസാനിക്കുന്ന പറഞ്ഞ് അതിന് ശേഷമാണ് വിഷ്ണുമൂർത്തി ഇങ്ങനൊരു തെയ്യക്കൊലായി വരുന്നു എന്നാണ് പറയപ്പെടുന്നത്.
ഇതിൽ മറ്റേ ഹിരണ്യവധമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും ഞാനത് കാണിച്ചു തരും കേട്ടോ, കാണാത്തവർക്ക്. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായി തെയ്യത്തിന് കിട്ടുന്ന അങ്ങനെ വെള്ളം പോലുള്ള സാമ്പാറും ചോറും അച്ചാറെല്ലാം കൂട്ടി തിന്നാൻ. നല്ല കിടിലൻ പായസം ഉണ്ടായിന്. അരിപ്പായസമാണെന്നാണ് തോന്നുന്നത്, കാരണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി ഞാനിപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ. എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി അരിപ്പായസം ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് വെള്ള പായസത്തിനേക്കാളും ഇഷ്ടം ശർക്കര പായസമാണ്. ഐ മീൻ പഞ്ചസാര പാലിനേക്കാൾ ഇഷ്ടം ശർക്കരയും തേങ്ങാപ്പാലുള്ള പായസം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. അങ്ങനെ പിള്ളേരൊക്കെ കണ്ട ചില്ലൊക്കെ ഫിംഗർ ലിക്കിങ് ഗുഡ് ആയിരുന്നു പായസം. നല്ല നല്ല അടിപൊളി പായസമായിരുന്നു. ഞങ്ങൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു ഗൈസ്. ഞങ്ങളിങ്ങനെ ഒന്നിച്ച്, ഞാൻ വേറെ, രസിച്ച് വേറെ, അമ്മ വേറെ, അങ്ങനെ പോകുമ്പോൾ കാണാറുണ്ടെങ്കിലും നമ്മൾ 3 പേര് ഒന്നിച്ച് പോയി 3 പേരെടുത്ത് ഇങ്ങനെ വന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. കുറേ ആൾക്കാർ, ഒരു നമ്പർ ഓഫ് ആൾക്കാർ ഞങ്ങളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസ് കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. ഇത് 3 പിള്ളേർ ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. അവർക്ക് ഞാൻ ഈ കുട്ടികളെ പേരങ്ങ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ മറന്നുപോയി. അപ്പം അതിന് ശേഷം നമ്മളെന്താ തെയ്യം കണ്ടാൽ യൂഷ്വലി നമ്മളെന്താ ചെയ്യാറ് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? ഐസ്ക്രീം. തെയ്യത്തിന് വന്ന ഐസ് മസ്റ്റാണ്. അതിൻ്റെ ഭാഗമായി കിട്ടിയ ചുമയാന്ന് വിചാരിക്കരുത്. ഇപ്പം ഈ സീസണിൽ സോറി ഗൈസ്, എനിക്ക് വോയിസ് കൊടുക്കാൻ പോലും പ്രോപ്പറായി പറ്റുന്നില്ല ചുമ കാരണം. അങ്ങനെ ഞങ്ങൾ ഐസൊക്കെ കഴിച്ച് അവിടെ മറ്റേ പണ്ട് ഉള്ളൊരു ഐസ് ഉണ്ടായിരുന്നു, അത് പക്ഷെ തീർന്നു. നമ്മളത് കുൽഫി ആയിട്ട് വന്നിട്ട് വാങ്ങി കഴിച്ചത്. ഞാൻ രസീച്ചും കുൽഫി കഴിച്ചു, പിള്ളേരെല്ലാം ചോക്കോബാറും കോൺടോപ്പും ആണ് കഴിച്ചത്. എനിക്ക് ഈ തെയ്യത്തിന് വന്നിട്ട് ഇങ്ങനെ ഐസ്ക്രീം തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരു കൂൾ ബാറിൽ പോയി ഐസ്ക്രീം തിന്നുന്നതിനേക്കാളും ഭംഗിയതാ. അപ്പൊ തെയ്യെല്ലാം കഴിഞ്ഞു. നമ്മള് വീട്ടിൽ പോയിട്ട് രസീച്ചിനെയും ചില്ലേനെയും ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ പോകുന്നത് ജയലക്ഷ്മിയില്. അന്ന് കോഴിക്കോടല്ലേ പോയത്, ഇന്ന് നമ്മൾ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് ഉടുപ്പി ജയലക്ഷ്മിയിൽ പോവാന്ന് വിചാരിച്ചു. കാരണം കല്യാണം ഉണ്ടല്ലോ, ഞാൻ അന്ന് പറഞ്ഞ പോലെ 2-3 കല്യാണം ഉണ്ട്. അപ്പൊ അതിന് ഞങ്ങളെല്ലാം ഏകദേശം എടുത്തു. ഇതൊരു 3 ഡ്രസ്സ് എടുക്കണം, പിന്നെ വൈത്തേട്ടന് ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പൊ അതിനെല്ലാം കൂട്ടിയിട്ട് ഞാൻ ഇത്തു. അങ്ങനെ നമ്മളൊരു 2-2.5 മണിക്കൂറിന് ശേഷം, ഇല്ലേ 2 മണിക്കൂർ, സോറി ഗൈസ്, അങ്ങനെ നമ്മളൊരു 2 മണിക്കൂറിന് ശേഷം ഉടുപ്പി എത്തി. ഇപ്പൊ ഉടുപ്പി ടൗണിൽ എത്തി. ഇനി ഇടുന്നതിന് കുറച്ച് സമയമുള്ളൂ ജയലക്ഷ്മിയിലേക്ക്. ഉടുപ്പി അമ്പലത്തിൽ പോകുന്ന വഴിയിൽ തന്നെ ജയലക്ഷ്മി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ശ്രദ്ധിച്ചിന് ജയലക്ഷ്മി എവിടെയാന്ന്. പോകുന്ന വഴിയിൽ തന്നെയാ. അപ്പൊ എത്തും, നമ്മളൊരു 5 മിനിറ്റ്സിലെത്തും. അല്ലിത്തോ എല്ലാരും ഉറങ്ങിയിട്ട് ഫ്രഷായി അല്ലേ പാർവി? സ്വപ്നങ്ങളീകും ജയലക്ഷ്മി അല്ല കന്നഡ. അങ്ങനെ നമ്മൾ ജയലക്ഷ്മിയിലെത്തി. പക്ഷെ എന്താ അറിയോ, ഇത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ എത്രയോ വലുതാ. നമ്മൾ കോഴിക്കോട് ജയലക്ഷ്മി ഇതിന്റെ 1/4 മാത്രമേ ഉള്ളൂ അല്ലേ? ഭയങ്കര വലുത്. നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ട് നമ്മളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പാർക്കിംഗ് പോലും കിട്ടി. അത് പാർക്കിംഗ് വരെ ഫുള്ള് ഉണ്ട്. അത് പാർക്കിംഗ് ലോട്ടാ വരെ. ഇതുപോലെ ഇനി അങ്ങോട്ടും ഒരു ലോട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. പക്ഷെ ഉള്ളിൽ ക്യാമറ അലൗഡ് ആയിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. ഇനി അഥവാ കോപ്പിറൈറ്റ് വരണ്ടാന്ന് വിചാരിച്ചിട്ട്. അടിപൊളി വരുന്നു ഗൈസ്, എക്സ്പീരിയൻസ് വാസ് സൂപ്പർ. അയ്യോ എല്ലാം ക്ഷീണായി അല്ലേ പാർവി? പാർവി നല്ലൊരു ക്യൂട്ട് ബ്ലാക്ക് ടോപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ കല്യാണത്തിന്റെ തലേ ദിവസം ഇടും അല്ലേ? അങ്ങനെ എന്താ ഇപ്പൊ ഞാൻ പറയട്ടെ, ഉടുപ്പിയിലേക്ക് ആക്സസ് ഉള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് ഉടുപ്പിയിലേക്ക് വരാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ഫംഗ്ഷൻ, വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നാൽ നിങ്ങൾക്ക് പിന്നെ വേറെ ഹൽദിക്ക് വേറെ, സംഗീതിന് വേറെ, വെഡിങ്ങിന് വേറെ ഒന്നും പോവണ്ട. ഞാൻ കോഴിക്കോട് ജയലക്ഷ്മി പോയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇൻടു 10 ടൈംസ് ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട്. പ്രൈസും നല്ല കുറവാണ്. സാരിക്കെല്ലാം എനിക്ക് നാട്ടിൽ നിന്ന് സാരി എടുക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ഞാൻ 2 കല്യാണത്തിന് നാട്ടിൽ നിന്ന് സാരി എടുത്തുപോയി. നമുക്ക് എടുക്കേണ്ടേന്നായിരുന്നു തോന്നി. അത്ര നല്ല കളക്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഉണ്ണീരെ കല്യാണം വരുന്നുണ്ട്. ഉണ്ണീരെ കല്യാണത്തിന് ഞാൻ നേരത്തെ കൂട്ടി ഇങ്ങോട്ട് വരും എന്തായാലും അല്ലേ പറവി? അപ്പോൾ ഇനി നമുക്ക് എന്താ വേഗം ഫുഡ് കഴിക്കാം. കാരണം വൈകിട്ട് രാവിലെ കഴിച്ചത്, നമ്മൾ ഉച്ചക്ക് കഴിച്ചത്. ഇപ്പോൾ സമയം 8 മണിയാവാനായി. വേഗം ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോവാം.
അങ്ങനെ മാംഗ്ലൂരുള്ള ഏതോ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ മറ്റേ കരിമ്പുംകാട്ട് കയറിയ സീനായിരുന്നു. കണ്ടത് മുഴുവൻ വാരി വലിച്ച് വാങ്ങി കഴിച്ചപ്പോഴാണ് കണ്ണിലേക്ക് ഒരു പ്രകാശം അങ്ങ് വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇതൊരു ചെറിയൊരു വ്ളോഗാണ്. എല്ലാവരും നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻ്റായിട്ട് അറിയിക്കണം. എന്നാലേ ഞങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് കൊണ്ടുതരാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.